അവസാനം ജി സുധാകരൻ തന്നെ അത് തുറന്നു പറഞ്ഞിരിക്കുന്നു. പതിറ്റാണ്ടുകളായി പല നിലകളിൽ താൻ പ്രവർത്തിച്ചു വരുന്ന CPM-ൽ തികഞ്ഞ ഏകാധിപത്യമാണെന്നും ആഭ്യന്തര ജനാധിപത്യമില്ല എന്നും പാർട്ടി വൻതോതിൽ അപജയം നേരിടുകയാണ് എന്നും സ്വാധീന മേഖലകൾ ഒന്നൊന്നായി പാർട്ടിക്ക് നഷ്ടപ്പെടുകയാണ് എന്നും ഒരു വാർത്താ ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ സുധാകരൻ തുറന്നടിച്ചിരിക്കുകയാണ്. ഒരാൾ വിചാരിച്ചാൽ എല്ലാവരെയും അടക്കി ഭരിക്കാനാകില്ല എന്നും വീഴ്ചകൾ വന്നാൽ വിമർശിക്കണമെന്നും ചൂണ്ടിക്കാട്ടണമെന്നും സുധാകരൻ പറയുന്നു. ആരെയും ഭയക്കേണ്ടതില്ല. രണ്ടാം പിണറായി സർക്കാരിനെ പാർട്ടി അനുഭാവികളും വിമർശിക്കുന്നു. 1000 സിംഹങ്ങളെ ഒരു കഴുത നയിക്കുന്നതിനേക്കാൾ നല്ലത് 1000 കഴുതകളെ ഒരു സിംഹം നയിക്കുന്നതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലെ CPM കോട്ടകളിൽ വിള്ളലുണ്ടായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിറവിയെടുത്ത സ്ഥലങ്ങളിൽ പോലും മൂന്നാമതായി. കായംകുളത്തും പുന്നപ്രയിലും വോട്ട് ചോർന്നു. ഇവിടങ്ങളിൽ വോട്ട് ചോർന്നത് ചരിത്രത്തിൽ ആദ്യമാണ്. എല്ലാം അടക്കി ഭരിക്കാൻ ആഗ്രഹിക്കുന്ന പാർട്ടിയിലെ ആ ഒരാൾ ആരാണ് എന്നും സിംഹങ്ങളെ നയിക്കുന്ന കഴുത ആരാണ് എന്നും CPM-ലെ ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ അറിയാവുന്ന ആരെയും പ്രത്യേകം പറഞ്ഞു മനസ്സിലാക്കേണ്ടതില്ല. പറയുന്നത് ഒന്നാം പിണറായി സർക്കാരിൽ പൊതുമരാമത്ത് മന്ത്രിയായിരിക്കുകയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം പോലും നൽകാതെ രണ്ടാം പിണറായി സർക്കാരിൽ നിന്ന് മുൻകൂട്ടി ഒഴിവാക്കുകയും ചെയ്ത ആളാണല്ലോ. അധികാര തുടർച്ച ലഭിച്ച പിണറായി സർക്കാരിന്റെ ഭരണത്തിൻ കീഴിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-നും ഇടതുമുന്നണിക്കും കൂട്ടത്തോൽവി സംഭവിച്ചിരിക്കുന്നു. ഒരു സീറ്റിൽ മാത്രമാണല്ലോ ജയിക്കാൻ കഴിഞ്ഞത്. ഇങ്ങനെ ഒരു ജനവിധി അണികളെ ഞെട്ടിച്ചിട്ടും ഇതിന്റെ കാരണങ്ങൾ എന്താണ് എന്നും ആർക്കാണ് ഉത്തരവാദിത്തമെന്നും പരിശോധിക്കാനുള്ള സത്യസന്ധമായ യാതൊരു ശ്രമവും CPM-ൽ നടക്കുന്നില്ല. മറ്റു നേതാക്കളൊക്കെ നിശബ്ദത പാലിക്കുകയും മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രം ഏകപക്ഷീയമായി ചിലത് പറയുകയുമാണ് ചെയ്തത്. ജനവിധി ആഴത്തിൽ പരിശോധിക്കുമെന്നും തിരുത്തലുകൾ വരുത്തുമെന്നുമൊക്കെ ഫേസ്ബുക്കിൽ കുറിപ്പിടുക മാത്രമാണ് മുഖ്യമന്ത്രി ചെയ്തിരിക്കുന്നത്. മാധ്യമങ്ങളെ അഭിമുഖീകരിക്കാൻ ഭയമുള്ളതുകൊണ്ടാണിത്. ഒരു ക്രൈസ്തവ മതമേലധ്യക്ഷനെ അധിക്ഷേപിച്ച് ജനശ്രദ്ധ തിരിച്ചുവിടാനുള്ള ശ്രമവും പിണറായി ഇതിനിടെ നടത്തുകയുണ്ടായി. സർക്കാരിന്റെ പോക്കിൽ പ്രതിഷേധം രേഖപ്പെടുത്തി തിരുത്തൽ വേണമെന്ന് LDF-ലെ രണ്ടാമത്തെ കക്ഷിയായ CPI ആവശ്യപ്പെട്ടിരുന്നു. തന്റെ രാജി ആവശ്യപ്പെട്ട് ആരും വരേണ്ടതില്ല എന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി നൽകിയ മറുപടി CPIക്ക് കൂടിയുള്ളതാണ്. ഈ സാഹചര്യത്തിലാണ് വിമർശന ശരങ്ങളുമായി സുധാകരൻ രംഗത്ത് വന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകാതെ ഒഴിവാക്കിയതിന്റെ അമർഷം സുധാകരന്റെ ഉള്ളിലുണ്ടാകാം. മുഖ്യമന്ത്രിയുടെ മരുമകന് വഴിയൊരുക്കാൻ മുൻ മന്ത്രിമാരായ സുധാകരനും തോമസ് ഐസക്കും ഉൾപ്പെടെയുള്ള നേതാക്കളെ ബോധപൂർവം ഒഴിവാക്കുകയായിരുന്നല്ലോ. ഒന്നാം പിണറായി സർക്കാരിൽ അഴിമതിക്കാരനല്ലാത്ത സുധാകരനോട് CPM അനീതി കാണിക്കുകയാണ് എന്ന തോന്നൽ പാർട്ടിക്കകത്തും പുറത്തുമുണ്ടായി. ഇതിനെക്കുറിച്ച് പല സന്ദർഭങ്ങളിലും സുധാകരൻ രൂക്ഷമായി പ്രതികരിച്ചിട്ടുണ്ട്. മനസ്സിലുള്ളത് തുറന്നു പറയാൻ മടിക്കാത്ത ആളാണ് സുധാകരൻ എന്ന് എല്ലാവർക്കും അറിയാം. CPM-ലുള്ളത് പാർട്ടി ക്രിമിനലുകളാണ് എന്ന് ഒരിക്കൽ പറഞ്ഞത് ഇതിന് ഉദാഹരണം. ഒന്നാം പിണറായി സർക്കാരിൽ പൊതുമരാമത്ത് മന്ത്രിയായിരിക്കെ സംസ്ഥാന സർക്കാർ ചോദിക്കുന്നത് എന്തും നൽകുന്ന ഒരു സർക്കാരാണ് നരേന്ദ്രമോദിയുടേത് എന്നും ജി സുധാകരൻ പറയുകയുണ്ടായി. ആലപ്പുഴ ബൈപ്പാസിന്റെ ഉദ്ഘാടനം യുദ്ധകാലാടിസ്ഥാനത്തിൽ നിർവഹിച്ചതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഇങ്ങനെ പറഞ്ഞത്. ഇതിന് തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തനായ ഭരണാധികാരിയാണെന്നും BJP മന്ത്രിമാർക്കെതിരെ അഴിമതി ആരോപണങ്ങളില്ലെന്നും കോൺഗ്രസ് ഭരണകാലത്തെ പോലെ അഴിമതി പൊട്ടിയൊഴുകുന്നില്ല എന്നും സുധാകരൻ പറയുന്നത്. ഇതൊക്കെ സത്യമാണെങ്കിലും ഒരു CPM നേതാവ് ഇങ്ങനെ പറയുന്നതിൽ അസ്വാഭാവികതയുണ്ട്. CPM-ന്റെ ബ്രാഞ്ച് കമ്മിറ്റി മുതൽ പോളിറ്റ് ബ്യൂറോ വരെ കണ്ണടച്ചിരുട്ടാകുന്ന കാര്യങ്ങളാണല്ലോ ഇതെല്ലാം. മോദി സർക്കാരിനെ ജനങ്ങൾ മൂന്നാമതും അധികാരത്തിലേറ്റിയിരിക്കുന്നതിന് പിന്നിൽ അഴിമതി രാഹിത്യം ഒരു ഘടകമാണ്. സുധാകരനും ഇത് ശരിവെക്കുന്നതിൽ പുതുമയുണ്ട്. ഇതിന് ഘടകവിരുദ്ധമായ കാര്യങ്ങളാണല്ലോ പിണറായി ഭരണത്തിൽ നടക്കുന്നത് എന്ന് സുധാകരൻ പറയുന്നതിൽ നിന്ന് വായിച്ചെടുക്കാം. പിണറായി പേടിയില്ലാത്ത CPM നേതാക്കളിൽ ഒരാളാണ് സുധാകരൻ. വിഭാഗീയതയുടെ കാലത്ത് VS അച്യുതാനന്ദനെതിരെ പോരാടിയ നേതാവായ സുധാകരൻ അഴിമതിക്കാരനല്ലെന്ന് എതിരാളികൾ പോലും സമ്മതിക്കും. അഭിപ്രായ ധീരത പുലർത്തുന്ന ആളുമാണ്.